വിശ്വസിക്കുന്നു. ഇവിടെ നാം ഇങ്ങനെ കാണുന്നു, രണ്ടുപേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ? ഹല്ലേലൂയ. ഞാനിന്ന് കർത്താവിൻ്റെ കൂടെ നടക്കുന്നതിനെക്കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. വാക്കിംഗ് വിത്ത് ഗാഡ്. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. ദൈവത്തോട് കൂടെ നടന്ന അനേക ദൈവ മനുഷ്യരെ തിരുവചനത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ദൈവത്തിൻ്റെ വലിയൊരു എക്സ്പെക്റ്റേഷൻ നമ്മളെക്കുറിച്ച് കർത്താവിൻ്റെ കൂടെ നടക്കുവാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. ഞാൻ കഴിവതും ഇംഗ്ലീഷിലും കൂടെ വായിപ്പിക്കുവാനായിട്ട് ശ്രമിക്കാം. കുഞ്ഞുങ്ങളും കൂടെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ലൈഫിൽ കർത്താവിൻ്റെ കൂടെ നടന്നാൽ നിങ്ങളുടെ ജീവിതം മാറുവാനായിട്ടിടയാകും. Praise God. Hallelujah. Your life will change. Entire things will change. Your perspective will change when you start walking with God. Praise God. If you want to walk with God, one thing need to happen. You need to think like what He is thinking. Praise the Lord. ഇവിടെ എങ്ങനെയാണ് പറയുന്നത്? തമ്മിൽ ഒത്തിട്ടല്ലാതെ. എന്ത് കാര്യത്തിലാണ് ഒക്കേണ്ടത്? You need to, come an alignment with His value system. Praise God. ദൈവത്തിൻ്റെ വാല്യൂ, ദൈവം എന്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നോ അതുമായിട്ട് നമുക്ക് ഒത്തെങ്കിൽ മാത്രമേ കർത്താവിൻ്റെ കൂടെ നടക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഞാൻ ഒരിക്കൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ, രണ്ട് സഹോദരങ്ങൾ ഒരു വീട്ടിൽ ഒരു റൂമിൽ കിടന്ന ഡെസ്ക് അങ്ങോട്ട് മാറ്റുക. അപ്പോൾ എത്ര പിടിച്ചിട്ടും മാറുന്നില്ല. എടുക്കാനായിട്ട് അവർ ശ്രമിച്ചു കഴിഞ്ഞിട്ട് രണ്ടുപേരും നിന്നിട്ട് ഈ ഡെസ്ക് എന്താ പൊങ്ങാത്തത്, ഇതിന് ഇത്രയും വെയിറ്റ് ഇല്ലല്ലോ. അപ്പോഴാണ് അവർ റിയലൈസ് ചെയ്തത്, ഒരാൾ ഒരു സൈഡിലോട്ടും മറ്റേ ആൾ അടുത്ത സൈഡിലോട്ടുമാണ് വലിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ ദൈവമായിട്ട് നടക്കുമ്പോൾ when we are walking with God, make sure our value system, our interest and His interest should align. Otherwise we will not walk with Him. Hallelujah. Disconnection undagum. Praise the Lord. He will not compromise. That's another problem. His ways are perfect, so He will not compromise. ഇവിടെ ആമോസ് പറയാണ്, നമ്മൾ അവൻ്റെ ആ ഡയറക്ഷനുമായിട്ട് ഒത്തെങ്കിൽ മാത്രമേ നമുക്ക് അവൻ്റെ കൂടെ നടക്കാൻ പറ്റത്തുള്ളൂ. ഇംഗ്ലീഷിലൂടെ ഒന്ന് വായിക്കാം. ബുക്ക് ഓഫ് ആമോസ് ചാപ്റ്റർ 3 വേഴ്സ് 3. Unless they are, one translation ഇങ്ങനെ എഴുതിയിരിക്കുന്നത് agreeing on the direction. ഹല്ലേലൂയ. ഏത് ഡയറക്ഷനിലാണ് പോകേണ്ടതെന്ന് എഗ്രി ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഒരുമിച്ച് കർത്താവിനോടുകൂടെ നടക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. 1 കൊരിന്ത്യർ അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം, അവിടെ ലോകത്തിൽ ഉള്ള ആൾക്കാരെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ പറയുന്നു, ശേഷം മനുഷ്യരെ പോലെ നടക്കുന്ന ആൾക്കാർ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ they are walking with the normal people. They are walking with the worldly people. Praise God. Hallelujah. So His value system is different. Our value system is different. The way we react is different. The way the world react is different. ഹല്ലേലൂയ. അപ്പം ലോക മനുഷ്യർ നടക്കുന്ന ഒരു വിധമുണ്ട്. Many people don't even realize that there is a difference between these two. ലോക മനുഷ്യർ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു വിധമുണ്ട്, ലോക മനുഷ്യർ നടക്കുന്ന ഒരു വിധമുണ്ട്, ലോക മനുഷ്യർ തങ്ങളെ തന്നെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു വിധമുണ്ട്. We are different. ഹല്ലേലൂയ. പ്രിയങ്കളിലൂടെ കേട്ടതുപോലെ ദൈവം നമ്മളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആണ്. ഹല്ലേലൂയ. നമ്മുടെ റിയാക്ഷൻ ഷുഡ് ബി ഡിഫറെൻറ്റ്. അതാണ് നമുക്ക് ഏറ്റവും പാടുള്ളത്. നമ്മുടെ ഒരു വിഷയത്തിനകത്ത് ഒരു സംഭവം ഒരു രണ്ട് പേർക്കും ഒരുപോലെ സംഭവിക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ റിയാക്ഷൻ ഡിഫറെൻ്റ് ആയിരിക്കണം. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു ബാഡ് തിങ് ഹാപ്പൻ ചെയ്തെന്ന് വെച്ചോ, ഏതായിരിക്കും വേർഡ് ആദ്യം വരുന്നത്? പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ പറയണ്ട, ഇവിടുത്തെ ഒരു കനേഡിയൻ അല്ലെങ്കിൽ
നോർത്ത് അമേരിക്കൻ സ്ട്രക്ചറിൽ ഏതായിരിക്കും ആദ്യം വായി വരുന്നൊരു വേർഡ്? വേണ്ട, പറയണ്ട. പ്രൈസ് ദി ലോർഡ്. അതൊന്നും മാറ്റി പ്രൈസ് ദി ലോർഡ് എന്നാക്കിയാൽ there is a two different system. In our first mission trip, there was an orientation. The missionary told us, when you go there, there are many things you will complain. Because you will not get a good restaurant, you will not get a good hotels to stay, the bathroom won't be nice. There are a lot of things you will complain. But what do you say? You have to say, whenever things see like that, you have to say, praise the Lord. Praise the Lord. അവിടുത്തെ ബാത്റൂം പന്ന ബാത്റൂമാണ് ഉപയോഗിക്കാൻ കിട്ടുന്നെങ്കിൽ നമ്മൾ ഉടനെ എന്ത് ചെയ്യണം? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളവിടെ ചെന്ന് നല്ലൊരു സ്റ്റാർ ഹോട്ടലൊക്കെ അങ്ങോട്ട് എക്സ്പെക്റ്റ് ചെയ്ത് നോക്കുമ്പോഴത്താണ്ട് അവിടെ ഒരു മോട്ടൽ, അതും ഒരു നിവൃത്തിയില്ലാത്തൊരു മോട്ടൽ. അന്നേരം എന്തുവാ? തലയെ കൈ വയ്ക്കണമെന്നല്ല പറയുന്നത്. സോ ദി നോർമൽ പീപ്പിൾ ബിഹേവ് in a same way, but we need to behave in a different way. Praise God. കിങ്ഡം മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് ദൈവം നമ്മളെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു കാര്യങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കണം. എന്നെങ്കിലേ നമ്മളെ ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. കാര്യം നമ്മൾ ദൈവത്തോടു കൂടെ നാം നടക്കുന്നത്, നമ്മുടെ കൂടെ അല്ല ദൈവം നടക്കുന്നത്. ദൈവത്തോടു കൂടെ നാം നടക്കുമ്പോൾ we need to change our behavior. Praise the Lord. People, they get a kind of enjoyment when they are hearing other musics. Praise God. പക്ഷേ ഈ മെഡിറ്റേഷൻസും ഈ ക്രിസ്തീയ സോങ്സും ഒക്കെ കേൾക്കുമ്പോൾ ചിലർക്കേ ഉള്ളു സന്തോഷമുള്ളത്. കാര്യം അവർ നമ്മുടെ റിയാക്ഷൻസ് മാറുകയാണ്. ഹല്ലേലൂയ. അതാണ് പൗലോസ് ഇവിടെ പറഞ്ഞ് കൊരിന്ത്യരോട് പറയുന്നത്, നിങ്ങൾ ലോക മനുഷ്യരെ പോലെ ബിഹേവ് ചെയ്യുന്നവരല്ല. അവിടെ ഒരു പദം ഉപയോഗിച്ചിട്ടുണ്ട്, നിങ്ങൾ ജഡീകന്മാരും ശേഷമനുഷ്യരെ പോലെ. ഞാൻ ഈ പദം ഞങ്ങളുടെ സൗദി അറേബ്യയിൽ ഒരു ചർച്ചിൽ പ്രസംഗിച്ചപ്പോൾ അവിടെ ഞങ്ങളുടെ ഒരു ചർച്ചിൽ വരുന്ന ഒരു ആഷ്പൂഷായിട്ടുള്ളൊരു സഹോദരൻ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായല്ലോ ആഷ്പൂഷ് എന്ന് പറഞ്ഞാൽ. റാഡോയുടെ വാച്ചും ഇതുമൊക്കെ കെട്ടിട്ട് അപ്പോൾ എല്ലാവരും തിരിഞ്ഞ് ഇതേതെയാണ് നോക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എടാ, എക്സ്പെൻസീവായിട്ടുള്ള വാച്ച് കിട്ടിയ സഹോദരനല്ല, ലോകത്തെ ആൾക്കാരെ പോലെ റെസ്പോണ്ട് ചെയ്യുന്ന നമ്മളെല്ലാവരെയും വിളിക്കുന്ന പേരാണ് ഏതാ? ജഡീകന്മാർ. നമുക്ക് ആരെയെങ്കിലും ബ്ലെയിം ചെയ്യാനുണ്ടോ എന്ന് നമ്മളങ്ങ് നോക്കും. എന്നിട്ട് പറയും, ഇത് നമുക്കുള്ളതല്ല, ഈ പുള്ളിക്കുള്ളതായിരിക്കും പാസ്റ്റർ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പോകട്ടെ. അപ്പോൾ കർത്താവിൻ്റെ കൂടെ നടന്ന ഒരു വ്യക്തിയാണ് ഈനോക്ക്. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തൻ്റെ ആദ്യത്തെ മകൻ 65-ാമത്തെ വയസ്സിലുണ്ടായി. 365 വർഷം ഈ മനുഷ്യൻ ജീവിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? He started walking with the God for 300 years. ഹല്ലേലൂയ. ഒരു കർത്താവിൻ്റെ ദാസൻ ഇങ്ങനെ പറഞ്ഞു, അത് കഴിഞ്ഞപ്പം ദൈവം ഇവനെ അങ്ങ് എടുത്തു. എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കർത്താവിൻ്റെ ദാസൻ ഇങ്ങനെ പറയുവാനായിട്ടിടയായി, ഈ ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്ന് കുറച്ച് ചെന്നപ്പോഴത്തേക്ക് ഏതാണ്ട് ദൈവത്തിൻ്റെ വീടിനടുത്തായി. അപ്പം ദൈവം പറഞ്ഞു, ഇനിയിപ്പം നീ മടങ്ങിയൊന്നും പോകണ്ട, ഇങ്ങോട്ടിങ്ങ് കയറിക്കോ, ഇനി ഭൂമിയിലോട്ട് പോകണ്ടെന്ന് ചോദിച്ചിട്ട് ദൈവം അവനെ അങ്ങ് എടുത്തതാണെന്ന് ഒരു ഭാവനയിൽ ഒരു ദൈവദാസൻ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ കർത്താവിൻ്റെ കൂടെ നടന്ന ഒരു മനുഷ്യൻ, മരണം കാണാതെ എടുക്കപ്പെട്ട ഒരു മനുഷ്യൻ. പക്ഷേ ഈ ഹാനോക്ക് ഇത്ര വലിയ പുള്ളിയായിട്ടും ഈ 2-3 സെൻറ്റൻസ് മാത്രമേ ഉള്ളൂ ഈ പുള്ളിയെക്കുറിച്ച് എഴുതിയേക്കുന്നത്. 1-2 വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഹാനോക്കിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ആദ്യത്തെ പദം 21 തൊട്ട് 24 വരെ നമ്മൾ ഇംഗ്ലീഷിലൊന്ന് വായിച്ചോ.
മതി. That's enough. In another Enoch was mentioned in the Bible, that is in Genesis chapter 4 verse 17. I would like to touch that as well. ഈ പുള്ളിയെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നു. അതാർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാം. 4:17. വേറൊരു ഹാനോക്ക്, ഈ ഹാനോക്കിന് മുമ്പേ വേറൊരു ഹാനോക്ക് ഉണ്ടായിരുന്നു. പുള്ളിയുടെ പേരും ഹാനോക്ക് എന്ന് തന്നെയാണ്. പക്ഷെ പുള്ളിയുടെ പേരിൻ്റെ ബ്രാക്കറ്റിൽ ഒരു കാര്യം പറയും, പട്ടണം പണിത ഹാനോക്ക്. പുള്ളി ചില്ലറക്കാരനല്ലായിരുന്നു. പുള്ളി പട്ടണം പണിത ഒരുപാട് കാര്യങ്ങൾ പുള്ളിയെക്കുറിച്ച് പറയാനുണ്ട്. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും ഒരു വീട് വയ്ക്കുമ്പോൾ തന്നെ നമ്മൾ തളർന്നു പോകും. അപ്പോൾ ഈ മനുഷ്യൻ ഭയങ്കര ടാലൻറ്റഡ് ആയിരുന്നു, സ്കിൽഫുള്ളായിരുന്നു. ഈ പുള്ളി മാത്രമല്ല, ഈ പുള്ളിയുടെ ഫാമിലിയിലുള്ള എല്ലാവരും ടാലൻറ്റഡ് ആയിരുന്നു. കെയിൻ്റെ ഫാമിലി ഒന്ന് വായിച്ചു നോക്കിയാൽ, അത് എൻ്റെ തുടർന്നതായിട്ടൊന്ന് വായിച്ചു നോക്കി നമ്മളെ. കുറേ ആൾക്കാരെ കുറിച്ച് പറയുന്നു. 17 തൊട്ട് അങ്ങോട്ട് വായിച്ചോ. ലാമേക്കിൽ തൊട്ടാണ് ബഹുഭാര്യ സംവിധാനമൊക്കെ ഉണ്ടായത്. അപ്പം പുള്ളിയാണ് ആദ്യം ഈ ഒരു സംവിധാനത്തെക്കുറിച്ച് ഒരു കണ്ടുപിടുത്തമൊക്കെ നടത്തി ഇങ്ങനെയും ജീവിക്കാമെന്നുള്ള ഒരു പുരോഗമനവാദം കൊണ്ട് വന്ന ഒരു മനുഷ്യനാണ് ലാമേക്ക്. അടുത്ത ആളെക്കുറിച്ച് പറഞ്ഞോ. പിന്നെ ഇവിടെ അടുത്ത ആളാണ് ഈ പശുപാലകൻ. എന്താ എന്താ പറയുന്നത്, ഷെപ്പേഡല്ല, ഈ ആനിമൽസ് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവമൊക്കെ അതിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് പുള്ളി. ഫാം ഹൗസ്, ഇതെല്ലാം ഇതിന് ഒരു ക്യാപ്റ്റൻ അവിടെ ഉണ്ടായി. പിന്നെ യൂബാലായിരുന്നു ഈ ഭയങ്കര പുള്ളിയായിരുന്നു ഈ മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് മുഴുവൻ ഉണ്ടാക്കിയത്. ഇപ്പോൾ ഇതേതെങ്കിലും മേടിക്കണമെങ്കിൽ യൂബാലിൻ്റെ കടയിൽ നിന്നേ മേടിക്കാൻ പറ്റത്തുള്ളായിരുന്നു. പുള്ളി ഹോൾസെയിൽ ഈ കച്ചവടം നടത്തുന്ന പുള്ളിയായിരുന്നു. എന്നിട്ട് അടുത്ത ആൾ വന്നു, വെപ്പണാണ് പുള്ളിയുടെ ഡിപ്പാർട്ട്മെൻറ്റ്. ഇവിടെയുള്ള ആയുധങ്ങൾ മുഴുവനും പുള്ളിയുടെ കമ്പനിയിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവർ ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഒരു വലിയൊരു ഭയങ്കര ഫാമിലിയാണ്. നമുക്കിവിടെ വേണമെങ്കിൽ പല ഫാമിലീസിനുമായിട്ട് ഇത് കമ്പയർ ചെയ്യാതിരിക്കാം. എല്ലാ ഫീൽഡിലും കഴിവ് തെളിയിച്ച ഒരു ഫാമിലിയിൽ പെട്ട ഒരു വ്യക്തിയായിരുന്നു ഹാനോക്ക്. ആദ്യം പട്ടണം പണിഞ്ഞ ഹാനോക്ക്. ഹല്ലേലൂയ. അപ്പോൾ ഇവരുടെ ഈ വലിയൊരു ഹിസ്റ്ററി, അവിടെ ഒരു ഫാമിലി നിൽക്കുന്നു. അടുത്ത ഒരു ഫാമിലി, ഇതിൻ്റെ അവസാന ഭാഗത്ത് അതിൻ്റെ 4:25-26 അടുത്തൊരു ഫാമിലിയാണ് ഷേത്ത്. അത് കഴിഞ്ഞിട്ട് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം നമ്മുടെ ഈ പറയുന്ന 5-ാം അധ്യായത്തിൽ കാണുന്ന ഹാനോക്ക് ഷേത്തിൻ്റെ വംശാവലിയിൽ വന്നതാ. ഇവിടെ ഏനോഷിൻ്റെ ഭവനത്തിൽ അവിടെ ആരാധന തുടങ്ങിയ ഒരു ഭവനത്തിൽ നിന്ന് വന്നതാണ് ഈ രണ്ടാമത് പറഞ്ഞ ഹാനോക്ക്. ഹല്ലേലൂയ. ഇവിടെ പട്ടണം പണിയുകയും ആയുധം പണിയുകയും ഫാം ഹൗസ് ഉണ്ടാക്കുകയും ഇവിടെയുള്ള സകല ടെക്നോളജിയും ഒരുവൻ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരുവൻ്റെ അടുത്ത് ആ കുടുംബത്തിൽ ഒറ്റ കാര്യമേ പറയാൻ പറ്റത്തുള്ളൂ. ഒറ്റ കാര്യം, ആരാധന തുടങ്ങി. ഹല്ലേലൂയ. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരിക്കുന്നു, നമുക്കൊരു ഓപ്ഷൻ ദൈവം തന്നെന്ന് വെച്ചോ. ഏത് ഫാമിലി പോയി ജനിച്ചേനെ തരികയാണ്. നീ ഒരു ഫാമിലി സെലക്ട് ചെയ്തോ. ഇതിലേത് ഫാമിലി നിനക്ക് ജനിക്കാനാണ് താല്പര്യം? ഇപ്പം എല്ലാവരും അതൊക്കെ പറയും, ആരാധനയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ 4-ാം അധ്യായത്തിലുള്ള ഹാനോക്കിനോട് പുള്ളിയുടെ റെസ്യൂമി എഴുതാൻ പറഞ്ഞ ഒരു 5-6 പേജെങ്കിലും കാണും. കാര്യം ഒരുപാട് പുള്ളിക്ക് എഴുതാനുണ്ട്. പട്ടണമൊക്കെ പണിഞ്ഞെന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമാണോ?
പക്ഷേ ഈ അഞ്ചാം അധ്യായത്തിൽ കാണുന്ന നമ്മൾ ഈ പറയുന്ന ഹാനോക്കിനെ കുറിച്ച് ഒരൊറ്റ വരിയേ ഉള്ളൂ: ദൈവത്തോടു കൂടെ നടന്നു. ഹല്ലേലൂയ. ഒരൊറ്റ വരി റെസ്യൂം. ഞങ്ങളൊക്കെ ഈ ആദ്യം എൻജിനീയറിങ്ങിനൊക്കെ കഴിഞ്ഞ സമയത്ത് ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നാട്ടിൽ ഒരു 4-5 പേജ് റെസ്യൂമിയൊക്കെയാണ്, ഇവിടെയാണ് 2 പേജിൻ്റെ. അപ്പോൾ എന്ത് എഴുതാനാ? പഠിച്ചത് തിരിച്ചും മറിച്ചും ഒക്കെ, പിന്നെ പ്രോജക്റ്റ്, സെമിനാർ, ഇതൊക്കെ ചുമ്മാ അങ്ങ് എഴുതി വയ്ക്കുക. കാര്യം ഒന്നുമില്ല എഴുതാൻ. എന്ന് പറഞ്ഞതുപോലെ ഹാനോക്കിന് എഴുതാനൊന്നുമില്ല, ഒറ്റ കാര്യമേ ഉള്ളൂ: ദൈവത്തോടുകൂടെ നടന്നു. ഹല്ലേലൂയ. ഇന്നലെ നമ്മൾ കേട്ടതുപോലെ, അനന്യാസിനെ കുറിച്ച് കേട്ടതുപോലെ, പുള്ളി കൺവെൻഷന് പ്രസംഗിച്ചിട്ടില്ല, രോഗികളെ സൗഖ്യമാക്കിയിട്ടില്ല, വലിയ വലിയ ഡെലിവറൻസ് മിനിസ്ട്രി ഒന്നും ചെയ്തിട്ടില്ല. ഒറ്റ കാര്യമേ ഉള്ളൂ: ദൈവത്തോടു കൂടെ നടന്നു. ഹല്ലേലൂയ. അത് ചെറിയ കാര്യമല്ല. കർത്താവിൻ്റെ കൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അതേ സ്റ്റാൻഡേർഡിൽ നടക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കാര്യം ഇന്ന് കുഞ്ഞുങ്ങൾ സാക്ഷ്യം പറഞ്ഞ സമയത്ത് പറഞ്ഞതുപോലെ ഓരോ ദിവസവും മരിച്ചെങ്കിലേ നടക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ഡയറക്ഷൻ മാറിപ്പോകും. കാര്യം നമ്മുടെ പ്രകൃതിയാലുള്ള ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നടക്കാനാണ്. ഓരോ ദിവസവും ദൈവത്തോടു കൂടെ നടക്കണമെങ്കിൽ ഓരോ ദിവസവും മരിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഫോളോ മീ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞത്, നീ ഒരു കാര്യം ചെയ്യണം. എന്തോ ചെയ്യണം? ഓരോ ദിവസവും തന്നെത്താൻ ത്യജിക്കണം. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, നമ്മുടെ എല്ലാം ആഗ്രഹം എങ്ങനെയാണ്? പട്ടണം പണിഞ്ഞ ഹാനോക്കിൻ്റെ വീട്ടിൽ പോയി ജനിക്കാനായിരിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇതൊന്നും വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഇത് ഭയങ്കര ഒരു എന്താ പറഞ്ഞ ഒരു മായയാണ്. പ്രത്യേകിച്ച് നോർത്ത് അമേരിക്കയിൽ ഇത് ഭയങ്കര ഒരു മായയാണ്. നമുക്കെപ്പോഴും ഇവിടെ പറയുന്ന അമേരിക്കൻ ഡ്രീംസ്, നോർത്ത് അമേരിക്കൻ ഡ്രീംസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ ഒരു സ്വപ്നത്തിൻ്റെ, മായയായ സ്വപ്നത്തിൻ്റെ വലയത്തിൽപ്പെട്ട് അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു സൈഡിൽ പട്ടണമുണ്ട്, കാറുണ്ട്, വീടുണ്ട്, വോൾവോ ഉണ്ട്, ബെൻസ് ഉണ്ട്. ഈ കാര്യങ്ങളുടെ എല്ലാം കൂടെ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിയുമ്പോൾ മറ്റുള്ളവർ നോക്കുമ്പോൾ എത്ര മനോഹരമായ ഭവനം. ഹല്ലേലൂയ. മറ്റുള്ളവർ നോക്കുമ്പോൾ ഇങ്ങനെ പറയാം: ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഭവനം. നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ആരെങ്കിലും ഇവർ രണ്ടുപേരും കൂടെ വീട് കണ്ടിട്ട് ഏത് ഭവനമായിരിക്കും അനുഗ്രഹിക്കപ്പെട്ടത്? കെയിൻ്റെ ഭവനം കണ്ടിട്ടാണോ അനുഗ്രഹിക്കപ്പെട്ടെന്ന് പറയും, അതോ മറ്റേത് കണ്ടിട്ടാണോ? ഷേത്തിൻ്റെ ഭവനം കണ്ടിട്ടാണോ? ഹല്ലേലൂയ. ഞാൻ അവിടെ നിന്നത് അതൊന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഒരിക്കലും വഞ്ചിക്കപ്പെടരുത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഒന്ന് വേൾഡ്ലി ഹാനോക്കും, രണ്ടാമത്തത് ഹല്ലേലൂയ ഗോഡ്ലി ഈനോക്ക്. ഇവർ രണ്ടുപേരുമാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഹാനോക്കിനെ കുറിച്ച് പിന്നെ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം, ഹാനോക്കിനെ കുറിച്ച് എബ്രായ ഹല്ലേലൂയ കർത്താവ് എഴുതിയിരിക്കുന്ന ഒരു കാര്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹാനോക്കിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന മറ്റൊരു കാര്യം, he obtained the witness that before his being taken up he was pleasing to God. ഹല്ലേലൂയ. നമ്മൾ മരിച്ചതിന് ശേഷം നമ്മുടെ ശത്രുക്കൾ പോലും നമ്മളെ അടുത്ത് പറയും ഇത്ര നല്ല മനുഷ്യനായിരുന്നു. കേട്ടിട്ടില്ലേ? അങ്ങനെ എല്ലാവരും പറയും. കാര്യം ആരാ മരിച്ചവരെ കുറിച്ച് കുറ്റം പറയുന്നത്? ഇവിടെ ഹാനോക്കിനെ കുറിച്ച് പറയുകയാണ്, അവൻ മരിക്കുന്നതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചവരാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ചില ചർച്ചസിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കണമെങ്കിൽ ഒരു ഇത്ര വർഷം കൂടെ കൊടുക്കുമെന്ന് തോന്നുന്നു. എനിക്കൊന്ന് 6-7 മാസം കഴിഞ്ഞിട്ടേ, മരിച്ച് അത്രയും കഴിഞ്ഞിട്ടേ വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കത്തുള്ളൂ. ഹല്ലേലൂയ. പക്ഷേ ഇവിടെ ഹാനോക്കിനെ കുറിച്ച് പറയുന്നത്, താൻ ജീവിച്ചിരുന്നപ്പോൾ തന്നെ ദൈവത്തോടുകൂടെ നടന്നു, അവൻ സാക്ഷ്യം പ്രാപിച്ചു. ഹി ഒബ്റ്റെയിൻ വിറ്റ്നസ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അവനെ ദൈവം എടുത്തു. ഇനിയും ഹാനോക്കിനെ കുറിച്ച് റെവലേഷനിൽ ഒരു പരാമർശമുണ്ട്. ഹാനോക്കാണെന്ന് പറയുന്നില്ല, അത്
3 വാദഗതികൾ അതിനെക്കുറിച്ചുണ്ട്. റെവലേഷൻ 11:6 അതും കൂടെ പറഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് പോകാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ 2 സാക്ഷികളെക്കുറിച്ച് പറയുന്നു. 2 സാക്ഷികൾ 2 സഭകളായിരിക്കുമെന്ന് പറയുന്നു. ഒന്ന് ജാതികളുടെ സഭയും ഒന്ന് ഇസ്രായേൽ ജനവും. രണ്ടാമത്തെ ഒരു വാദം മോശയും ഏലിയാവുമാണെന്ന് പറയുന്നു. കാര്യം അവർ ചെയ്യുന്ന അത്ഭുതങ്ങളെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ മോശയും ഏലിയാവും ചെയ്ത അത്ഭുതങ്ങൾ വെച്ചിട്ടാണ് ഈ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നത്. മൂന്നാമതൊരു വാദം ഒരുപക്ഷെ അത് ഹാനോക്കും ഏലിയാവുമായിരിക്കും. കാര്യം ഇവർ 2 പേരുമാണ് മരണം കാണാതെ എടുക്കപ്പെട്ടത്. അപ്പോൾ ഇവർ ഒരു സാക്ഷിയാകുന്നതായിട്ട് അവിടെ കാണുന്നുണ്ട്. അപ്പം ഹാനോക്കിന് ഒറ്റ കാര്യമേ പറയാനുള്ളായിരുന്നു, താൻ ദൈവത്തോടു കൂടെ നടന്നു. പക്ഷെ അങ്ങനെ ദൈവത്തോടു കൂടെ നടന്ന മനുഷ്യനെക്കുറിച്ച് എബ്രായ കർത്താവ് പറയാണ്, അവൻ ദൈവത്തെ പ്രീതിപ്പെടുത്തി, അവൻ ഈ ലോകത്ത് ജീവിച്ചപ്പോൾ തന്നെ കർത്താവിൻ്റെ കൂടെ നടത്തി നല്ല സാക്ഷ്യം പ്രാപിച്ചു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുമാത്രമല്ല, അതിൻ്റെ താഴെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് താൻ പ്രവചിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതിൻ്റെ യൂദയുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 14-15 കൂടെ വായിച്ചു. Jude chapter 1 verse 14 and 15. പ്രൈസ് ദി ലോർഡ്. ആദാം മുതൽ 7-ാമനായ ഹാനോക്ക്, അവിടെ പറയുന്നു ഹാനോക്ക് വേറൊരു പ്രവചനം നടത്തി എന്ന്. ഹല്ലേലൂയ, അവിടെ നാം വായിക്കുന്നു. യൂദ പറയുകയാണ് ഹാനോക്ക് നടത്തിയൊരു പ്രവചനം എന്താണെന്നറിയാമോ? കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച്. ഹല്ലേലൂയ. എനിക്കത് വായിച്ചപ്പോൾ എൻ്റെ അകത്ത് ഭയങ്കര ഒരു സന്തോഷം തോന്നി. ഇത് ഹാനോക്ക് എന്നാ ജീവിച്ചിരുന്നത്? ഉൽപ്പത്തിയിൽ കാണുന്ന ഹാനോക്ക് കർത്താവിൻ്റെ 1-ാമത്തെ വരവിനെക്കുറിച്ചല്ല പ്രവചിക്കുന്നത്, 2-ാമത്തെ വരവിനെക്കുറിച്ച് പ്രവചിക്കുക. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ കർത്താവിൻ്റെ കൂടെ നടന്നതുകൊണ്ട്. ഹല്ലേലൂയ. He was walking with God. He was pleasing God. He was prophesying about Jesus. ഹല്ലേലൂയ. എത്ര നല്ല കാര്യങ്ങളാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒന്ന്, ദൈവത്തോട് കൂടെ നടക്കുക. ദൈവത്തോട് കൂടെ നടക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഹല്ലേലൂയ, ദൈവത്തെ പ്രീതിപ്പെടുത്തുവാനായിട്ട് കഴിയും. ദൈവത്തെ പ്രീതിപ്പെടുത്തുമ്പോൾ എന്ത് സംഭവിക്കും? ദൈവത്തെക്കുറിച്ചുള്ള അരുളപ്പാടുകൾ പറയുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. 3 കാര്യങ്ങളെ ഇവിടെ പരിശുദ്ധാത്മാവ് കോറിലേറ്റ് ചെയ്തിരിക്കുക. ഹാനോക്കിനെ കുറിച്ച് ഒരൊറ്റ വാക്യമായിരിക്കും ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത്, പക്ഷേ പരിശുദ്ധാത്മാവ് അത് ഭയങ്കര കണ്ടൻസ്ഡ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. അവൻ്റെ കൂടെ നടന്നവൻ അവനെ പ്ലീസ് ചെയ്യും, അവനെ പ്ലീസ് ചെയ്യുന്നവൻ അവനെക്കുറിച്ച് പ്രവചിക്കുവാനായിട്ടിടയാകും. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ദൈവത്തെക്കുറിച്ച് പ്രവചിക്കുവാൻ, ആ ദൈവത്തിൻ്റെ വരവിനെക്കുറിച്ച് പ്രവചിക്കുവാൻ, അരുളപ്പാടുകൾ ദൈവം നമ്മുടെ നടുവിൽ തരണമെങ്കിൽ, നമ്മുടെ അകത്ത് തരണമെങ്കിൽ, ഹല്ലേലൂയ, കർത്താവിനെ നാം പ്ലീസ് ചെയ്യുന്നവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വലിയ ദൈവ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. അസാധാരണമായ ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ ചെയ്യുവാനായിട്ടിടയാകും. ഞാൻ ഇന്ന് പറഞ്ഞത് ഒരു ഭംഗി വാക്കായിട്ട് പറഞ്ഞതല്ല. ഇതുവരെ നിങ്ങളുടെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത ഒരു മിനിസ്ട്രിയും, ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ എക്സ്പീരിയൻസിൽ ചെയ്തിട്ടില്ലാത്ത ഒരു റെവലേഷനിലേക്കും പരിശുദ്ധാത്മാവ് ഈ നാളുകളിൽ നമ്മളെ നടത്തുവാനായിട്ടിടയാകും. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടില്ലാത്ത, കണ്ടിട്ടില്ലാത്ത അടുത്തൊരു റെവലേഷനിലേക്ക് ഈ നാളുകളിൽ ദൈവം നമ്മളെ നടത്തുവാനായിട്ട് പോവുക. അതിൻ്റെ തുടക്കം എവിടെയാണെന്ന് ചോദിച്ചാൽ കർത്താവിനോടുള്ള സ്നേഹമാണ്. അതിൻ്റെ തുടക്കം എവിടെയാണെന്ന് ചോദിച്ചാൽ കർത്താവിൻ്റെ കൂടെ നടക്കുവാനുള്ള താല്പര്യമാണ്. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ അതുണ്ടാകട്ടെ. കർത്താവിനോടൊരു വാക്ക് വിത്ത് ഗോഡ്. ഹല്ലേലൂയ. ഐ വോണ്ട് ടു പ്ലീസ് ഹിം. I want to prophesize him. So to prophesize him, I need that new revelation. ഹല്ലേലൂയ. ഈ നാളുകളിൽ നിങ്ങൾക്ക് ദൈവം തരുന്ന റെവലേഷൻസ് കേൾക്കാനായിട്ട് ദൈവസഭ റെഡി ആയിട്ടിരിക്കുക. We would like to see the revelations from you. ഹല്ലേലൂയ. എങ്ങനെയാണ് ഇത് റെവലേഷൻ ഉണ്ടാകുന്നതെന്ന് അറിയാമോ? ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ നിന്ന് റെവലേഷൻ ഉണ്ടാകുന്നത്. Praise God. ഹല്ലേലൂയ.
ദൈവമായിട്ട് സമയം ചെലവഴിക്കുവാനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. സക്കറിയാവിൻ്റെ പുസ്തകം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളോട് വായിക്കും. എൻ്റെ 7-ാമത്തെ വാക്യം കൂടെ വായിച്ചു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇവിടെ ഈ ഏത് ജോഷുവയെക്കുറിച്ചാണ് പറയുന്നത്? മഹാപുരോഹിതനായ ജോഷുവയെക്കുറിച്ചാണ്. മോശയുടെ പിന്തുടർച്ചക്കാരനായ ജോഷുവയെക്കുറിച്ചല്ല പറയുന്നത്, മഹാപുരോഹിതനായ ജോഷുവ. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നു, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയോ കുറവുകളുണ്ടായിരുന്നു. കാര്യം പിശാച് എപ്പോഴും കുറവുകളെ ഫോക്കസ് ചെയ്യുന്നതിനാണ്. ദൈവസന്നിധിയിൽ നിന്നപ്പോൾ മഹാപുരോഹിതൻ്റെ അതിനകത്ത് അഴുക്ക്, വസ്ത്രത്തിനകത്ത് കുറവുകളൊക്കെ പിശാച് ഹൈലൈറ്റ് ചെയ്തിട്ട് പറഞ്ഞു, കണ്ടോ നിൻ്റെ മഹാപുരോഹിതനാണ്, പക്ഷേ ഈ ഇദ്ദേഹത്തിൻ്റെ അകത്ത് പുള്ളി അത്ര വെടിപ്പല്ലായിരുന്നു, പുള്ളിയിൽ കുറവുകളുണ്ട്. അവിടെ പിശാച് ഒരിക്കലും പറയുന്നില്ല, യേശു ഒരിക്കലും പറയുന്നില്ല പിശാച് നീ പറഞ്ഞത് ശരിയാണ്. പകരം എന്താ ചെയ്യുന്നത്? പിശാചിനെ ശാസിക്കുക. പിശാചിനെ ശാസിച്ചതിന് ശേഷം ആ 7-ാമത്തെ വാക്യം അവിടെയാണ് എനിക്ക് എംഫസൈസ് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതൊന്ന് പ്രൊജക്റ്റ് ചെയ്താട്ടെ. സക്രിയ പ്രവാചകൻ്റെ പുസ്തകം അതിൻ്റെ 3-7. ഇത് ആമോസാ. ഇവിടെ അവിടെ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നീ എൻ്റെ വഴികളിൽ നടക്കണം. റീസ്റ്റോർ ചെയ്തതിന് ശേഷം പറയുന്ന ഒരു കാര്യമുണ്ട്, നിനക്ക് പുതിയ അങ്കി തന്ന് നിൻ്റെ കുറവുകളെയെല്ലാം മാറ്റുന്ന ഒരു ദൈവം. എന്നതിന് ശേഷം മാറ്റിയിട്ട് മോനെ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്. ഒരു കാര്യം പറയുകയാണ്, നീ എൻ്റെ വഴികളിൽ നടക്കണം. ഹല്ലേലൂയ. ഇന്ന് ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്ത് പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കുറവുകൾ വന്നിട്ടുണ്ടായിരിക്കാം. ഹാനോക്കിനെ പോലെ ഒരു പക്ഷേ നമുക്ക് പറയുവാനായിട്ട് കഴിയത്തില്ല, ഞാൻ എൻ്റെ ജീവിതത്തിൽ ത്രൂ ഔട്ട് ദൈവത്തോടു കൂടെ നടന്നതാണെന്ന്. എന്നാൽ ഹല്ലേലൂയ, ഇവിടെ ജോഷുവയുടെ ജീവിതത്തിൽ കുറവുകൾ വന്നപ്പോഴും അതിനെ കഴുകിക്കളഞ്ഞിട്ട് അവനെ റീസ്റ്റോർ ചെയ്തിട്ട് അവനെ ആ വഴിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ഇന്ന് ദൈവസഭയോട് ഞാനിത് പറയുമ്പോൾ ഹല്ലേലൂയ, നമുക്ക് ഒരു പക്ഷേ സിമിലാരിറ്റി ഉള്ളത് ജോഷുവയോടായിരിക്കാം, പക്ഷേ അതൊന്നും ദൈവത്തിനൊരു പ്രശ്നമല്ല. നിൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള കുറവുകളെ അവൻ പരിഹരിക്കുവാൻ അവൻ ഹല്ലേലൂയ ഇന്നും താല്പര്യമുണ്ട്. ഇന്ന് ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ദൈവം നിന്നെ റീസ്റ്റോർ ചെയ്യുവാനായിട്ടിടയാകും. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ.